നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നതും പഠിക്കാൻ പോകുന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മളുടെ ലൈഫിലെ ഗ്രോത്തിന് വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും പറയുന്ന ഒരു പ്രധാന കാര്യമുണ്ട്. വലിയ രീതിയിൽ ലൈഫ് വളരണമെങ്കിൽ, ജീവിതം വളരണമെങ്കിൽ മറ്റുള്ളവരുടെ ടൈം, മണി, എഫേർട്ട് നമുക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പഠിക്കണം എന്നാണ് പറയുന്നത്. വലിയ രീതിയിൽ വളർച്ച നമ്മുടെ ലൈഫിൽ ഉണ്ടാകണമെങ്കിൽ മറ്റുള്ളവരുടെ സമയവും പണവും അധ്വാനവും നമുക്ക് വേണ്ടി ഉപയോഗിക്കാൻ പഠിക്കണം എന്നാണ് എപ്പോഴും പറയുന്നത്. സമയവും പണവും അധ്വാനവും ടെക്നോളജിയും, അത് മറ്റുള്ളവരുടെ ടെക്നോളജി നമുക്ക് പറയാൻ പറ്റില്ലല്ലോ, ടെക്നോളജിയും നമുക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പഠിക്കുമ്പോഴാണ് നമ്മളെ സംബന്ധിച്ചോളം വലിയ വളർച്ച സാധ്യമാവുന്നത്. അത് നമ്മുടെ ചുറ്റിലും നോക്കിയാൽ മതി. അതായത് സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ മാത്രമേ പ്രവർത്തിക്കാനുള്ളൂ എങ്കിൽ നമ്മളുടെ വളർച്ചയ്ക്ക് ഒരു പരിധി ഉണ്ടാവും. മറ്റുള്ളവരും കൂടെ നമ്മളുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നുണ്ടെങ്കിൽ വളരെ ഫാസ്റ്റായിട്ടായിരിക്കും വളരുന്നത്. ലൈഫിൽ സക്സസ് ആയിട്ടുള്ള പ്രൊഫഷണൽസിനെ എടുത്ത് നോക്കുക, അതുപോലെ തന്നെ നമ്മുടെ ലൈഫിൽ സക്സസ് ആയിട്ടുള്ള ബിസിനസ്സുകാരെ എടുത്ത് നോക്കുക, ആര് വേണേലും എടുത്ത് നോക്കുക. അവരൊക്കെ വലിയ രീതിയിൽ ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ടാവുക മറ്റുള്ളവരുടെ ടൈം, മണി, എഫേർട്ട് നമുക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുമ്പോഴാണ്. അതെങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്യാം. അതായത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണ്. ഒരു ക്ലിനിക്കുള്ളൊരു ഡോക്ടറിന് സങ്കല്പിക്കുക. ഈ ക്ലിനിക്കുള്ള ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം ഈ ഡോക്ടർ തന്നെയാണ് രജിസ്ട്രേഷൻ കൗണ്ടറിൽ ഇരിക്കുന്നത്, അതുപോലെ തന്നെ ഡോക്ടർ തന്നെയാണ് അതിൻ്റെ ഈ പ്ലാൻ ചെയ്യുന്നത്, മരുന്നും എടുത്തു കൊടുക്കുന്നത്, എല്ലാം ഒരേ ആൾ തന്നെയാണെങ്കിൽ ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് അദ്ദേഹത്തിന് ഒരു ദിവസം പേഴ്സൻ്റെ തിരക്കുണ്ടെങ്കിൽ പോലും നോക്കി കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. പക്ഷേ അതിന് ഈ പറഞ്ഞ പോലെ ടൈം, മണി, എഫേർട്ട്, ഇത് മൂന്നും അതുപോലെ തന്നെ ടെക്നോളജി നമുക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കുറച്ചും കൂടെ ഇമ്പ്രൂവ് ചെയ്യാൻ ഈ ഡോക്ടർക്ക് സാധിക്കും. അപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ വേറെ ഒന്നും കൊണ്ടല്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ അത്യാവശ്യം പേരെടുക്കുന്നതിനുള്ളതിനേക്കാൾ ഉപരി ആ പ്രൊഫഷനിൽ വൈദഗ്ധ്യമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സർവീസ് ആ ഒരു സൊസൈറ്റിക്ക് കൂടുതൽ ആവശ്യമുണ്ട്. ആ സർവീസ് നൽകുന്നതിനോടൊപ്പം തന്നെ അതിലൂടെ ഒരു ഇൻകം ഡോക്ടർ ജനറേറ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനെ കൂടുതൽ പ്രൊഡക്റ്റീവ് ആക്കിയാൽ അല്ലെങ്കിൽ വളർത്താൻ വേണ്ടിയിട്ട് രജിസ്ട്രേഷൻ കൗണ്ടറിൽ ഒരു ടെക്നോളജി യൂസ് ചെയ്യാൻ പറ്റും, ഒരു സ്റ്റാഫിനെ ഉപയോഗിക്കാൻ പറ്റും. അതേപോലെ തന്നെ ആ ഫാർമസിയിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ഡോക്ടർ ഒരു പ്രിസ്ക്രിപ്ഷൻ എടുത്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേയ്മെൻറ്റുകളും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ടെക്നോളജിയോ അല്ലെങ്കിൽ ഒരു എംപ്ലോയീസിനെയൊക്കെ നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആ ഡോക്ടർക്ക് കുറച്ചും കൂടെ അവരുടെ ടൈം പ്രൊഡക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ പറഞ്ഞു വരുന്നത്, നമ്മളുടെ ലൈഫിൽ ഓരോരുത്തരും സ്വയം ആലോചിക്കുക, നമ്മളുടെ ഗോളുകൾക്ക് വേണ്ടിയിട്ട്, അതായത് മിഡ് ടൈം, ഷോർട്ട് ടൈം, ലോങ് ടൈം ഗോളുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്ന് നോക്കുക. ഈ പ്ലാൻ ചെയ്ത കാര്യങ്ങളിലേക്ക് മറ്റുള്ളവരുടെ എന്ന് വെച്ചാൽ ആരുമാകാം, മറ്റുള്ളവരുടെ ടൈം, മണി, എഫേർട്ട് എങ്ങനെ നമുക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാം എന്നുള്ളതാണ് നമ്മൾ നോക്കാനുള്ളത്. അപ്പോൾ ഇത് ഡിപ്പെൻസ്, കാരണം നമ്മളുടെ ഓരോരുത്തരുടെയും ലൈഫിലെ പ്ലാനുകൾ വ്യത്യാസപ്പെട്ടിരിക്കുന്നു, നമ്മളുടെ ഓരോരുത്തരുടെയും ലൈഫിലെ ഗോളുകൾ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സ്വയം പരിശോധിക്കണം. മറ്റാരെങ്കിലും സപ്പോർട്ട് എടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഡ്വൈസ് എടുക്കാനേ പറ്റുള്ളൂ. പക്ഷേ നമ്മൾ സ്വയം പരിശോധിക്കണം. നമ്മളുടെ ഗ്രോത്തിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് നമ്മൾ മറ്റുള്ളവരുടെ ടൈം, മണി, എഫേർട്ട് ചിലവഴിക്കേണ്ടത് എന്നാണ് നോക്കേണ്ടത്. അതിനാദ്യം നമുക്ക് വേണ്ട രണ്ട് കാര്യങ്ങളാണ്. അതായത് മറ്റുള്ളവരുടെ ടൈം, മണി, എഫേർട്ട്, ടെക്നോളജി യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് പ്രധാനമായിട്ട് 2 അല്ലെങ്കിൽ 3 കാര്യങ്ങൾ വേണം. ഈ 2 കാര്യങ്ങളാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഒന്നാമത്തത്, നമുക്ക് ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടാവണം. ലീഡർഷിപ്പ് ക്വാളിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരെ നയിക്കാനുള്ള ക്വാളിറ്റി എന്നുള്ളതല്ല അർത്ഥം. ലീഡർഷിപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരെ നയിക്കാൻ ലീഡേഴ്സ്, ഈ പൊളിറ്റിക്കൽ ലീഡേഴ്സ്, അതുപോലെ തന്നെ ടീം ലീഡേഴ്സ്, ഇതുപോലത്തെ ലീഡർഷിപ്പ് മാത്രമല്ല ലീഡർഷിപ്പ് ക്വാളിറ്റി എന്ന് പറയുന്നത്. മറ്റുള്ളവരെ നമുക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാനുള്ള സ്കില്ലും ലീഡർഷിപ്പ് ക്വാളിറ്റിയുടെ ഭാഗമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന്, ഇപ്പോൾ എൻ്റെ ഓഫീസിലുള്ളവരല്ലെങ്കിൽ പോലും എൻ്റെ ഫ്രണ്ട്സ് സർക്കിളുകളോ എൻ്റെ ഫാമിലീസിലുള്ളവരോ അല്ലെങ്കിൽ എൻ്റെ മറ്റാരെങ്കിലും ആവട്ടെ, അവരെ കൊണ്ട് എൻ്റെ ബിസിനസ്സിൽ അല്ലെങ്കിൽ എൻ്റെ ലൈഫിലേക്ക് അവരുടെ ഒരു എനർജി, അത് എഫേർട്ട് ആവാം, മണി ആവാം, അതുപോലെ തന്നെ ടൈം ആവാം, ഈ എനർജികൾ എനിക്ക് എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുമെന്ന് ഉപയോഗിക്കണമെങ്കിൽ അവരെ കൈകാര്യം ചെയ്യാൻ എനിക്ക് പറ്റണം. അതായത് ലീഡർഷിപ്പ് ക്വാളിറ്റിയിലൂടെ അവരെ ഹാൻഡിൽ ചെയ്യാനുള്ള ശേഷി ഞാൻ വളർത്തണം. അതിന് പ്രധാനമായിട്ടും നമുക്ക് വേണ്ടത് ലീഡർഷിപ്പ് ക്വാളിറ്റിയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറയുന്നത്, ആശയ സംവേദനം. ഇത് നമുക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാവുന്നതാണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറയുന്നത്. പക്ഷേ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൻ്റെ ബേസ് എന്നുള്ളതിനേക്കാളും ഉപരി അതിൻ്റെ ഒരു കോർ പോയിൻ്റ് എന്ന് പറയുന്നത്
ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ എന്ത് പറയുന്നു എന്നുള്ളതല്ല. കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നമുക്കറിയാം. കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആശയ സംവേദനമാണ്. നമ്മൾ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യുന്ന ആശയ സംവേദനത്തിനാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. കമ്മ്യൂണിക്കേഷൻ സ്കില്ല് എന്നുള്ളത് നമ്മൾ എങ്ങനെ പറയുന്നു എന്നുള്ളതിലല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ളത്, എന്തിനു വേണ്ടി പറയുന്നു എന്നുള്ളതാണ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൻ്റെ ബേസ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു കോർ പോയിന്റ് എന്നുള്ളത്. എന്തിനു വേണ്ടിയാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? ഇപ്പോൾ ഉദാഹരണത്തിന്, ഇപ്പോൾ ഞാൻ എൻ്റെ സഹോദരനോട്, എൻ്റെ ബ്രദറിനോട്, എൻ്റെ അനിയനോട് ഞാനൊരു കാര്യം ആവശ്യപ്പെടുന്നു, അല്ലെങ്കിൽ ഒരു കാര്യം സംസാരിക്കുന്നു. ഈ കാര്യം സംസാരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എൻ്റെ മനസ്സിലൊരു ഉദ്ദേശം ഉണ്ടാവും. ആ ഉദ്ദേശം എനിക്ക് ആദ്യം വ്യക്തമാവണം. ഇപ്പോൾ ഉദാഹരണത്തിന് എക്സാമ്പിൾ പറയുകയാണ്, വെറും എക്സാമ്പിൾ, ഞാൻ എൻ്റെ അനിയനോട് പറയുകയാണ്, അവൻ്റെ കയ്യിൽ കുറച്ച് എനിക്ക് ഉപയോഗമുള്ള എന്തെങ്കിലും സാധനങ്ങളുണ്ട്, അതെനിക്ക് കിട്ടിയാൽ, അവനിപ്പോൾ ഉപയോഗിക്കുന്നില്ല, അല്ലെങ്കിൽ അവൻ ആവശ്യമുണ്ടെങ്കിൽ പോലും അതെനിക്ക് കിട്ടിയാൽ എനിക്ക് കുറച്ചും കൂടെ ഉപയോഗപ്പെടും എന്നുള്ള രീതിയിലാണെങ്കിൽ ഞാൻ ആദ്യം അവനോട് സംസാരിക്കുമ്പോൾ അപ്പോൾ എനിക്കൊരു ലക്ഷ്യം ഉണ്ടാവും, ഇന്ന കാര്യം സംസാരിക്കാനാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അവന് മനസ്സിലാകുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തുക. ഇതാണ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അതായത് ഞാൻ എന്ത് പറയുന്നു എന്നുള്ളതല്ല, ഞാൻ പറയുന്നതിൻ്റെ ഉദ്ദേശം അവന് വ്യക്തമായി എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സ്കില്ല്. ഇപ്പോൾ മറ്റൊരു രീതിയിൽ പറയുമ്പോൾ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൽ ഞാൻ എൻ്റെ മക്കളുടെ അടുത്ത് എനിക്ക് ആവശ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഗ്രോത്ത്, അവരുടെ ജീവിതത്തിലെ വളർച്ചയാണ് എൻ്റെ മക്കളുടെ അടുത്ത് എനിക്ക് ആവശ്യം. അപ്പോൾ ഞാൻ അവരോട് പറയുമ്പോൾ അവർക്ക് ഒരു ബുദ്ധിമുട്ടെന്നുള്ളതിനേക്കാളുപരി എന്തിനു വേണ്ടിയാണ് ഞാനിത് പറയുന്നത് എന്നുള്ളത് വ്യക്തമാകണം അവർക്ക്. ഇപ്പോൾ ഉദാഹരണത്തിന്, മകൻ പഠിക്കാൻ ഇച്ചിരി മടിയനാണെങ്കിൽ അവൻ എന്തുകൊണ്ട് പഠിക്കണം എന്നുള്ളത്, അതായത് പഠിക്കാനായിട്ട് ഞാൻ അവനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് പല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അവനോട് വഴക്ക് പറഞ്ഞിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, അവനെ നിർബന്ധിച്ചിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, അങ്ങനെ പല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതൊക്കെ കമ്മ്യൂണിക്കേഷൻ, എനിക്ക് പറയാനുള്ളത് ഞാൻ അവനിലേക്ക് പറയുന്നുണ്ട്. പക്ഷേ എന്തിനു വേണ്ടിയാണ് ഇത് പറയുന്നത്? നീ നല്ല രീതിയിൽ പഠിച്ചിട്ട് നല്ല രീതിയിൽ മാർക്ക് വാങ്ങണം എന്ന് പറയുമ്പോൾ, അപ്പോൾ പല പിള്ളേരും ഇപ്പോൾ ചോദിക്കുന്നൊരു ചോദ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ മാർക്കൊക്കെ വാങ്ങിയിട്ട് പഠിച്ച് പരീക്ഷ പാസ്സായി കഴിഞ്ഞാൽ ഇതുകൊണ്ട് വല്ല ഉപയോഗമുണ്ടോ എന്നുള്ള ചോദ്യമൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ കമ്മ്യൂണിക്കേഷൻ്റെ ഉദ്ദേശശുദ്ധി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എക്സാമ്പിൾ മാത്രമാണ് പറയുന്നത്. ഞാൻ എൻ്റെ മോനോട് കഴിഞ്ഞ ദിവസങ്ങൾ പറഞ്ഞു, +1 പരീക്ഷ അടുത്തിരിക്കുകയാണ്, ഇപ്പം നടക്കുന്നു. അപ്പോൾ ഈ +1 പരീക്ഷയുടെ സമയത്ത് ഞാൻ പറഞ്ഞു, എന്തിനു വേണ്ടിയാണ് ഒരു വിദ്യാർത്ഥി പഠിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം സ്കൂളിൽ നിന്ന് വാങ്ങുന്ന മാർക്കുകൾ ഒരു നല്ല കാര്യമാണ്, കൂടുതൽ മെച്ചപ്പെട്ട നമുക്ക് അഡ്മിഷൻ കിട്ടാനും മറ്റോടൊപ്പം തന്നെ ഉപയോഗിക്കും. പക്ഷേ അതൊന്നുമല്ല പരീക്ഷയുടെ പ്രധാന ഉദ്ദേശശുദ്ധി എന്ന് പറയുന്നത്. പരീക്ഷ എന്ന് പറയുന്നത് നമ്മൾ ഒരു സാഹചര്യത്തിന് ഫേസ് ചെയ്യാൻ, അതിനെ കൃത്യമായിട്ട് നമുക്ക് മറികടക്കാൻ, ആ ഒരു സാഹചര്യത്തിന് കൃത്യമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താണ് പരീക്ഷയിലൂടെ ചെയ്യുന്നത്. ഇപ്പോൾ പരീക്ഷ, നമ്മുടെ സ്കൂളിൽ നടക്കുന്ന പരീക്ഷയൊക്കെ നടക്കുന്നത് അതുവരെ പഠിച്ച പാഠഭാഗങ്ങളിൽ നിന്നും ഇടയ്ക്കുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു, അതിനുള്ള ആൻസേഴ്സ് ഓർത്തെടുത്തിട്ട് എഴുതി വെക്കുന്നതാണല്ലോ പരീക്ഷ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഈ ഒരു പ്രോസസ്സ് നടക്കുന്നത്? ഈ ഒരു പ്രോസസ്സ് നടക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, പരീക്ഷയും കഴിഞ്ഞ് സ്കൂൾ ജീവിതവും കഴിഞ്ഞ് മറ്റെല്ലാം കഴിഞ്ഞ് നമ്മൾ ജോലിയിലോ ബിസിനസ്സിലോ ഏർപ്പെടുമ്പോൾ നമ്മളുടെ ലൈഫിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തുകയാണ് പരീക്ഷയിലൂടെ നടക്കുന്നത്. കാരണം പരീക്ഷയ്ക്ക് നല്ല രീതിയിൽ പഠിച്ച് ഓർത്തെടുത്ത് മാർക്ക് വാങ്ങി പാസ്സാകുമ്പോൾ അവിടെ സംഭവിക്കുന്നത്, അവന് ജീവിതത്തിലും അവൻ്റെ പരീക്ഷകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജീവിതത്തിലും അവൻ പഠിച്ച കാര്യങ്ങൾ അവന് ലൈഫിൽ പിന്നീട് ഉപയോഗിക്കാനുള്ള ശേഷിയുണ്ട് എന്ന് ഉറപ്പ് വരുത്തുകയാണ് ഈ പരീക്ഷയിലൂടെ ചെയ്യുന്നത്. അപ്പോൾ ഈ രീതിയിലും അവനോട് സംസാരിച്ചപ്പോൾ എൻ്റെ വൈഫ് സംസാരിക്കുന്നത് മറ്റൊരു രീതിയിലാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ, നീ ഇത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ട് നിന്നെ പഠിപ്പിക്കുന്നത് നല്ല മാർക്ക് വാങ്ങി പാസ്സാവാനാണ്, നീ അങ്ങനെ നല്ല മാർക്ക് വാങ്ങി പാസ്സാകുമ്പോൾ സൊസൈറ്റിയിൽ, ഫാമിലിക്കിടയിൽ, സൊസൈറ്റിക്കിടയിൽ നിനക്ക് നല്ല രീതിയിലൊരു പേരുണ്ടാകും, അതിലൂടെ ഞങ്ങൾക്കൊരു സംതൃപ്തി ഉണ്ടാവും, അതിലൂടെ നിനക്ക് നല്ലൊരു ലൈഫ് ഉണ്ടാവും എന്നുള്ള രീതിയിലൊക്കെയാണ് വൈഫ് പറയുക. പക്ഷേ ഞാൻ പറഞ്ഞത് ഈ രീതിയിലേക്ക് മാറിയപ്പോൾ, അതായത് രണ്ടും കമ്മ്യൂണിക്കേഷൻ അവിടെ നടന്നു. പക്ഷേ ഏത് കമ്മ്യൂണിക്കേഷനാണ് അവന് ആ ഒരു കാര്യം ചെയ്യാൻ കൂടുതൽ എഫക്റ്റീവ് ആവുക? ഒരു സംശയം വേണ്ട. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പഠിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാർക്ക് വാങ്ങുന്നൊക്കെ പറഞ്ഞാൽ ഇത് കഴിഞ്ഞ പിന്നെ എന്ത് ചെയ്യും, എന്ത് ഉപയോഗം എന്നുള്ള രീതിയിലേക്ക് പോകുന്നു. പക്ഷേ അത് അവൻ്റെ ലൈഫിലേക്ക് കണക്ട് ചെയ്ത്, ഫ്യൂച്ചർ ലൈഫിലേക്ക് കണക്ട് ചെയ്തുകൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തപ്പോൾ കൂടുതൽ എഫക്റ്റീവായിട്ട് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റി. ഇത് നമ്മൾ ആർജിച്ചെടുക്കേണ്ട സ്കില്ലാണ്, പഠിച്ചെടുക്കേണ്ട, മനസ്സിലാക്കിയെടുക്കേണ്ട സ്കില്ലാണ്. അതായത് എന്താണോ ഒരാളോട് ഒരു കാര്യം സംസാരിക്കുമ്പോൾ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമുള്ളത്, അതിൽ ആ രീതിയിൽ സംസാരിക്കാൻ നമ്മൾ ഈ സ്കിൽഡ് ആയിക്കൊണ്ടിരിക്കുക, നമ്മൾ കൂടുതൽ പരിശീലനം നേടിക്കൊണ്ടിരിക്കുക. അത് എപ്പോഴും നമുക്ക് വേണം. കാരണം നമ്മുടെ മുന്നോട്ടുള്ള ലൈഫിലേക്ക് നമുക്ക് ഒറ്റയ്ക്കൊന്നും പ്രവർത്തിച്ചിട്ട് മുന്നോട്ടൊരു പരിധിക്ക് അപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല. ഒരു സംശയം വേണ്ട, ടീം വേണ്ടി വരും, അല്ലെങ്കിൽ പാർട്ട്നേഴ്സ് വേണ്ടി വരും, അതല്ലെങ്കിൽ നമുക്കൊരു മറ്റെല്ലാ രീതിയിലുള്ള മറ്റുള്ളവരുടെ സപ്പോർട്ടുകൾ വേണ്ടി വരും. ഈ സപ്പോർട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നത് കമ്മ്യൂണിക്കേഷൻ സ്കില്ലിലൂടെയാണ്.
പല രീതിയിൽ. ഞാനിപ്പോൾ ഒരു ബിസിനസ് തുടങ്ങേണ്ട ആവശ്യത്തിനായിട്ട് ഞാൻ SBI സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലാണ് നമ്മളുടെ ഇപ്പോൾ ജസ്റ്റ് നേരത്തെ ഉണ്ടായിരുന്ന SMT അക്കാദമി അവസാനിപ്പിച്ചിട്ട് സന്തോഷ് മാധവൻ അക്കാദമി എന്നുള്ള പേരിലേക്ക് കമ്പനി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ് അതിൻ്റെ പ്രോസസ്സ് കഴിഞ്ഞത്. ഈ കമ്പനി രജിസ്റ്റർ ചെയ്തപ്പോൾ കമ്പനി രജിസ്ട്രേഷൻ പ്രോസസ്സൊക്കെ ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിനെ ഏൽപ്പിച്ചതോടുകൂടി വളരെ ഈസി ആയിട്ട് കാര്യങ്ങൾ കഴിഞ്ഞു. അവരാവശ്യപ്പെട്ട ഡോക്യുമെൻറ്റ്സ് കൊടുക്കുക, അത്തരം കാര്യങ്ങളേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഇതിന് ശേഷം ഞാൻ ആദ്യമായിട്ടാണ് ഇത് ഫേസ് ചെയ്യുന്നത്. കറണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് ബാങ്കിനെ സമീപിച്ചപ്പോൾ എൻ്റെ പേഴ്സണൽ അക്കൗണ്ടുള്ള ബാങ്കുകൾ HDFCയും ഫെഡറൽ ബാങ്കൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇതൊക്കെ ഉപേക്ഷിച്ചിട്ട് ഞാൻ ചിന്തിച്ചു ഒരു നാഷണലൈസ്ഡ് ബാങ്ക് വേണം, ഒരു ബ്രാൻഡ് നെയിമുള്ള. സർവീസ് ഒന്നും എനിക്ക് ഇമ്പോർട്ടൻ്റ് അല്ല, കാരണം ഇപ്പോൾ സർവീസിനൊന്നും വലിയ പ്രശ്നമുള്ള കാര്യമല്ല, നമ്മളെല്ലാം ഓൺലൈനിലൂടെയാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ബ്രാൻഡ് നെയിമുള്ള ഒരു നാഷണലൈസ്ഡ് ബാങ്കിലായിരിക്കണം കറണ്ട് അക്കൗണ്ട് എന്നുള്ള ചിന്തയിൽ തൊട്ടടുത്ത ബ്രാഞ്ചിലുള്ള SBIയിലാണ് പോയത്. SBI സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇപ്പോഴത്തെ കറണ്ട് അക്കൗണ്ട് ഓപ്പണിങ്ങിന് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്നുള്ളത് ആ സമയത്താണ് എനിക്ക് ബോധ്യമായത്. വെറും 2-3 ഒരാഴ്ചയ്ക്ക് അകത്തുള്ള സമയമാണ്. ആ സമയത്താണ് എനിക്ക് മനസ്സിലായത്. കാരണം നേരത്തെ കറണ്ട് അക്കൗണ്ട് കൊടുക്കണമെങ്കിൽ ഡോക്യുമെൻറ്റ്സ് ഉണ്ടെങ്കിൽ ഈസി ആയിരുന്നു. ഇപ്പോൾ അതല്ല. എന്താണ് അവിടെ ബിസിനസ് നടക്കുന്നതെന്നും ആ ബിസിനസ്സിൻ്റെ ഒരു എക്സാമ്പിൾ അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം. അതോടൊപ്പം തന്നെ എത്രത്തോളം ടേൺ ഓവർ നമ്മൾ നേരത്തെ വേണ്ട ടേൺ ഓവർ ഉണ്ടോ എന്ന് നോക്കണം. ഓഫീസിലെ പ്രവർത്തന രീതി അവിടുത്തെ മാനേജേഴ്സ് വന്ന് ബോധ്യപ്പെടും. വെറുതെ ബോധ്യപ്പെട്ട പോരാ, അവരെ സംബന്ധിച്ചോളം അവരുടെ ആപ്ലിക്കേഷനകത്ത് ഓഫീസും അവിടുത്തെ പ്രവർത്തന രീതികളും അവിടുത്തെ സ്റ്റാഫിൻ്റെ കാര്യങ്ങളും ഇതെല്ലാം അവർ വീഡിയോ എടുക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ആരാണോ പ്രൊപ്പറേറ്റർ അല്ലെങ്കിൽ അതിൻ്റെ ഡയറക്ടേഴ്സിലൊരാൾ, അപ്പോൾ ഇവർ അവിടെ പ്രസൻസ് ആയിട്ടുണ്ടെന്നും അവർക്ക് അവിടെ ഒരു ജോലി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നും ഉറപ്പുവരുത്തുകയും അതോടൊപ്പം തന്നെ ഈ കമ്പനിയുടെ ബോർഡ് ഉൾപ്പെടുന്ന സാധനങ്ങൾ ഉണ്ടെന്നൊക്കെ ആ ഒരു ആരാണോ പ്രൊപ്പറേറ്റർ അല്ലെങ്കിൽ ഡയറക്ടർ, ആ ഡയറക്ടറും ബാങ്ക് മാനേജറും ഒരുമിച്ചിരുന്ന് സെൽഫി അല്ലെങ്കിൽ ഫോട്ടോയിൽ എടുത്തിട്ട് ആ ആപ്ലിക്കേഷനകത്ത് അപ്ലോഡ് ചെയ്തെങ്കിൽ മാത്രമേ അപ്രൂവൽ കിട്ടുള്ളൂ. അത് കുറച്ചധികം പ്രോസസ്സാണ്. അപ്പോൾ ഇതിന് ഒരു ബാങ്ക് മാനേജർ വിചാരിച്ചാൽ കറണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനും തടയാനും പറ്റും. അതായത് നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ, നമ്മൾ എന്താണ് ചെയ്യുന്നതെന്നും അതിലൂടെ എന്തൊക്കെയാണ് നമുക്കുണ്ടാകുന്ന ഗുണങ്ങളെന്നും ഇത്തരം കാര്യങ്ങൾ വ്യക്തമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയെങ്കിൽ മാത്രമേ ഇപ്പോഴത്തെ കണ്ടീഷനിൽ SBIയിൽ, മറ്റ് ബാങ്കുകളിൽ എനിക്കറിയില്ല, SBIയിൽ ഒരു കറണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും എന്നുള്ള കണ്ടീഷൻ. അപ്പോൾ ഇതിനെന്നെ സഹായിച്ചത് എൻ്റെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ്. ഈ കമ്മ്യൂണിക്കേഷൻ സ്കിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അദ്ദേഹത്തിനെ പറഞ്ഞ് ബോധ്യമാക്കിയതിനോട് കൂടി ഈ നമ്മുടെ ലൈവ് നടക്കുന്ന ഒരു ദിവസമാണ് ഞാൻ അദ്ദേഹത്തിനോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. ലൈവ് ക്ലാസ് നടക്കുന്ന ഒരു ദിവസമാണ് ബാങ്ക് മാനേജറോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. കാരണം നമ്മുടെ ക്ലാസ് നടക്കുന്നുണ്ടെന്നും ഇവിടെ ഇത്ര ആളുകൾ ക്ലാസ്സിൽ പങ്കെടുക്കുന്നുണ്ടെന്നും ഇന്ന പ്രോസസ്സാണ് ഇവിടെ നടക്കുന്നുണ്ടെന്നൊക്കെ അവർ ലൈവായിട്ട് മനസ്സിലാക്കുകയാണ് ചെയ്തത്. ഈ ലൈവായിട്ട് മനസ്സിലാക്കിയപ്പോൾ മറ്റൊരു ഗുണം കൂടെ കിട്ടി. ആ ബാങ്ക് മാനേജർ അടുത്ത ക്ലാസ്സിൽ നമ്മുടെ സ്റ്റുഡൻ്റ് ആവാനുള്ള അഡ്വാൻസ് പേയ്മെൻറ്റും കൂടെ വന്നു കഴിഞ്ഞു. അതായത് SBIയുടെ ബാങ്ക് മാനേജർ അടുത്ത ക്ലാസ്സിൽ പങ്കെടുക്കാനുള്ള അഡ്വാൻസ് പേയ്മെൻറ്റ് കൂടെ തന്നു കഴിഞ്ഞു. അതെപ്പോൾ കറണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ക്യാബിനിലേക്ക് വിളിച്ചു വരുത്തി, എനിക്ക് താല്പര്യമുണ്ട്, പക്ഷേ ട്രേഡിംഗ് ഒന്നും പറ്റില്ല, ഇൻവെസ്റ്റ്മെൻറ്റും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളൂ. നിങ്ങളുടെ സ്റ്റുഡൻസിൻ്റെ ആ ലൈവ് ക്ലാസ്സിലിരുന്ന് പോലും നിങ്ങളുടെ ആറ്റിറ്റ്യൂഡും നിങ്ങളുടെ ക്ലാസ്സിൻ്റെ ശൈലിയും ആ സ്റ്റുഡൻസിൻ്റെ ഒരു ഹാപ്പിനെസ്സൊക്കെ കണ്ടപ്പോൾ എനിക്കും കൂടെ താല്പര്യം വന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അടുത്ത ക്ലാസ്സിനുള്ള അഡ്വാൻസ് പേയ്മെൻറ്റ് ഓഫീസിൽ അടച്ചിരിക്കുകയാണ്. പറഞ്ഞു വന്നത്, ഇത് എൻ്റെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ, അല്ലെങ്കിൽ ഞാൻ എന്തിനു വേണ്ടിയാണ്, എന്താണോ എനിക്ക് ആവശ്യം അതനുസരിച്ച് ഞാൻ അവരെ സമീപിച്ചപ്പോൾ എൻ്റെ ഭാഗങ്ങൾ ഈസി ആവുക മാത്രമല്ല എനിക്ക് ഗ്രോത്തിന് സഹായിക്കുന്ന ഒരു കാര്യം കൂടെ അവിടെ കിട്ടി. അപ്പോൾ നമ്മൾ ലീഡർഷിപ്പ് ക്വാളിറ്റിയുടെ ഭാഗമായിട്ട് ഏറ്റവും അധികം വേണ്ടത് കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആശയ സംവേദനമല്ല കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. നമുക്ക് എന്താണോ ആവശ്യം, എന്ത് കാര്യത്തിന് വേണ്ടിയാണോ നമ്മൾ ഒരാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ആ കമ്മ്യൂണിക്കേഷൻ അവർക്ക്, അതായത് ഇപ്പോൾ നേരത്തെ പറഞ്ഞ തന്നെ ബാങ്ക് മാനേജറോട് എൻ്റെ ആവശ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാമെന്ന് മാത്രമല്ല അവരുടെ ഒരു വിശ്വാസ്യത നേടിയെടുക്കുക കൂടി എനിക്ക് ആവശ്യമുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റൊന്നിനും വേണ്ടിയിട്ടല്ല, ആ ഒരു വിശ്വാസ്യത എനിക്ക് അവരുടെ ഒത്തിരി കസ്റ്റമേഴ്സ് ഉണ്ട്, അതൊക്കെ ഗുണം ചെയ്യുമെന്നുള്ള ഒരു ചെറിയ ഉദ്ദേശത്തിന് തന്നെ. അപ്പോൾ ഞാൻ അവരോട് പ്രസൻറ്റ് ചെയ്യേണ്ടത് എൻ്റെ മൈൻഡിലുള്ള ആവശ്യം എന്താണോ ഇത് അവർക്ക് ബോധ്യമാകുന്ന രീതിയിലായിരിക്കണം കമ്മ്യൂണിക്കേഷൻ നടക്കേണ്ടത്. ഈ കമ്മ്യൂണിക്കേഷൻ ഒരു പരിധിവരെ സെയിൽസുമായിട്ട് കണക്ട്, അതായത് ഞാൻ എന്നെ വിൽക്കുകയാണ് അവിടെ ചെയ്തത്. ഞാൻ എന്ന വ്യക്തി ഇന്ന കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, ഇന്ന രീതിയിലാണ് എൻ്റെ ലൈഫ് മുന്നോട്ട് പോകുന്നത്, ഇന്ന കാര്യങ്ങളാണ് എൻ്റെ ഫ്യൂച്ചറിൽ ഞാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ള ഒരു എന്നെ അവിടെ പ്രസൻറ്റ് ചെയ്യുകയാണ് ഞാൻ അവിടെ ചെയ്തത്. അങ്ങനെ പ്രസൻറ്റ് ചെയ്യുകയാണ് നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് നിങ്ങൾ ആരുമോട്ടെ, നിങ്ങളുടെ ഉദാഹരണത്തിന് നമ്മൾ മാതാപിതാക്കളോട് സംസാരിക്കുകയാണെങ്കിൽ എന്താണോ അവരോട് നമ്മൾ ആവശ്യത്തിന് സംസാരിക്കുന്നത്, വെറും ഒരു സൗഹൃദ സംഭാഷണമാണെങ്കിൽ ഓക്കെയാണ്. കാരണം വെച്ചാൽ അച്ഛനോടോ അമ്മയോടോ സംസാരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ മക്കൾ
ആളാണ് നമ്മൾ, അവർക്ക് ആ ഒരു അധികാരമുണ്ട്, അവകാശമുണ്ട്. അതനുസരിച്ച് ഞാൻ അവരോട് പെരുമാറണം. കാരണം വെച്ചാൽ ഞാൻ ഒരിക്കലും അച്ഛനോടും അമ്മയോടും സംസാരിക്കുമ്പോൾ മറ്റുള്ളവരോട് സംസാരിക്കുന്ന രീതിയിലല്ലല്ലോ സംസാരിക്കേണ്ടത്. അപ്പോൾ ഈ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും എന്താണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് കൃത്യമായിട്ട് ഓപ്പോസിറ്റുള്ള ആൾക്ക് മനസ്സിലാക്കിയിരിക്കണം എന്ന് ഉറപ്പുവരുത്തുക. ഇതാണ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൻ്റെ ബേസ് എന്ന് പറയുന്നത്. നമ്മൾ ഓരോ കാര്യത്തിന് ഇടപെടുമ്പോഴും, ഓരോ കാര്യത്തിന് എവിടെ ആരോടായിക്കോട്ടെ, ഓരോ കാര്യത്തിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴും നമ്മൾ ഉറപ്പുവരുത്തുന്നത് ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. അതായത് എനിക്ക് ആവശ്യമുള്ളത് ഞാൻ സംസാരിക്കുന്നു, അവർക്ക് മനസ്സിലാക്കുന്നു. അതുവഴി അതിനെ നേരത്തെ പറഞ്ഞ തന്നെ ടൈം മണി എഫേർട്ട് യൂസ് ചെയ്യാനും ഈ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് അത്യാവശ്യമാണ്. കാരണം ടൈം മണി എഫേർട്ട്, ഇപ്പോൾ ഉദാഹരണത്തിന് എൻ്റെ വൈഫ് എൻ്റെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു സപ്പോർട്ട് എനിക്ക് ചെയ്യണം, സ്വാഭാവികമായിട്ട് ചെയ്യാൻ വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല. പക്ഷേ അത് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ഇന്ന അത്യാവശ്യങ്ങളുണ്ട്, അതുകൊണ്ട് എനിക്ക് ഈ ഒരു ജോലി ചെയ്യാൻ പറ്റില്ല, കുറച്ച് നേരത്തേക്ക് ഇതൊന്ന് ചെയ്ത് ഹെൽപ്പ് ചെയ്യണം എന്നുള്ള രീതിയിൽ അതൊരു പക്ഷേ റിക്വസ്റ്റ് ആവാം, അല്ലെങ്കിൽ അധികാരഭാവത്തിലാവാം, ഏതുമാവും. ഏത് രീതിയിൽ സംസാരിച്ചാലാണോ ഞാൻ ഉദ്ദേശിച്ച കാര്യം നടപ്പാക്കുന്നത്, ഇതായിരിക്കണം കമ്മ്യൂണിക്കേഷൻ്റെ ബേസ് എന്ന് പറയുന്നത്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വളർത്തിയെടുക്കുക. ഒറ്റ കാര്യം ശ്രദ്ധിക്കുക, കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് എന്താണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് അവർക്ക് മനസ്സിലാകുന്നുണ്ടെന്നും അത് നടപ്പിൽ വരുത്താൻ അവർക്ക് കഴിയുന്നുണ്ടെന്നുള്ളതും ഉറപ്പുവരുത്തുക എന്നുള്ളതായിരിക്കണം കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൻ്റെ ഏറ്റവും ബേസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ലീഡർഷിപ്പ് ക്വാളിറ്റിയിൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനായിട്ട് പരിശ്രമിക്കുക. കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വളർത്തുമ്പോൾ സ്വാഭാവികമായിട്ടും മറ്റുള്ളവരുടെ ടൈം മണി എഫേർട്ട്, ഈവൻ ടെക്നോളജി പോലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ടെക്നോളജിയിൽ ഇന്നലെ ബിന്നി സാർ പറഞ്ഞൊരു വാക്കതിനകത്തുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ AI ടൂളുകൾ ഉപയോഗിക്കുമ്പോൾ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടൂളുകൾ ഉപയോഗിക്കുമ്പോൾ, ഞാൻ കഴിഞ്ഞ ദിവസം ഇന്നലെ ബിനു സാറായിട്ട് നമ്മുടെ ക്ലാസ്സിൽ തന്നെ സംസാരിച്ചപ്പോൾ എനിക്കറിയാവുന്ന ഭാഷയിലാണ് ഇവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ChatGPT ആയിട്ട്, ജെമിനി ആയിട്ട്, ഇങ്ങനെയുള്ള AI ടൂളുകളോട് എനിക്ക് ആവശ്യമുള്ള രീതിയിൽ ടൈപ്പ് ചെയ്യുകയും എനിക്കറിയാവുന്ന രീതിയിൽ ടൈപ്പ് ചെയ്യുകയും വോയിസ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോഴാണ് ബിനു സാർ പറഞ്ഞൊരു വാക്ക് നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ട്, അതിനൊരു ഭാഷയുണ്ട്. ആ ഭാഷ പഠിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന റിസൾട്ട് ഞാനിപ്പോൾ സാധാരണ ഉപയോഗിക്കുന്നതിനേക്കാൾ കൂടുതൽ നല്ല റിസൾട്ടായിരിക്കും നമുക്ക് ആ ഒരു AI-യുടെ ഭാഷ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത്. അതെന്നെ സംബന്ധിച്ചോളം വലിയൊരു അറിവായിരുന്നു. വലിയൊരു അറിവെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പം ഞാൻ ആ നിമിഷം മുതൽ തന്നെ ചിന്തിച്ചത് AI യൂസ് ചെയ്യാൻ എങ്ങനെ പഠിക്കാമെന്നുള്ളതിനെ പറ്റിയാണ് യൂസ് ചെയ്യുന്നത്. കാരണം AI എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അത് അവിടെ നിൽക്കട്ടെ, ടെക്നോളജിയുടെ ഭാഗമായിട്ട് വരുമ്പോൾ നമ്മൾ പറയാം. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിലൂടെ അദ്ദേഹത്തിൽ നിന്നും എനിക്ക് വേണ്ട ഒരു കാര്യം കൂടെ കിട്ടുന്നു. അതായത് AI ടൂൾ എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ള കാര്യം കൂടെ എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ലീഡർഷിപ്പിൽ. ഒന്നാമത്തത് കമ്മ്യൂണിക്കേഷൻ സ്കില്ല്. രണ്ടാമത്തത് പീപ്പിൾ മാനേജ്മെൻറ്റ് സ്കില്ല്. പീപ്പിൾ മാനേജ്മെൻറ്റും നേരത്തെ പറഞ്ഞ അതേ രീതിയിൽ തന്നെ. ഇപ്പോൾ ആരുമാവട്ടെ, നമ്മളുടെ സ്റ്റാഫ് ആവട്ടെ, പാർട്ട്നേഴ്സ് ആവട്ടെ, ബോസ് ആവട്ടെ, അതല്ലെങ്കിൽ നമ്മളുടെ കൊളീഗ്സ് ആവട്ടെ, അതല്ലെങ്കിൽ നമ്മളുടെ റിലേഷൻസ് ആവട്ടെ, ഫ്രണ്ട്സ് ആവട്ടെ, ആരുമാവട്ടെ, പീപ്പിൾ മാനേജ്മെൻറ്റ് സ്കില്ലും നമുക്ക് ഗ്രോത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ട കാര്യമാണ്. അതായത് ഗ്രോത്തിന് വേണ്ടിയിട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണോ നമ്മളുടെ ജീവിത ലക്ഷ്യങ്ങൾ, ഇതിന് നമ്മൾ മാത്രം എഫേർട്ട് എടുത്താൽ പോരാ, മറ്റുള്ളവരുടെ എഫേർട്ടും കൂടെ വേണം. ഇത് ഹാൻഡിൽ ചെയ്യാനും നമ്മൾ പഠിക്കണം. കാരണം ഓരോ വ്യക്തികളോടും നമ്മൾ ഡീൽ ചെയ്യുമ്പോൾ, നമ്മൾ ഇടപെടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇവർക്ക് എന്നെ എങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ സഹായിക്കാൻ പറ്റുമെന്നായിരിക്കണം ചിന്തിക്കേണ്ടത്. ഇപ്പോൾ ഉദാഹരണത്തിന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ എൻ്റെ സഹോദരനെ സംബന്ധിച്ച്, എൻ്റെ ബ്രദറിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചിന്തിക്കുക പലപ്പോഴും അവന് എന്നെ എങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമെന്നാണ് ചിന്തിക്കുക. അവന് ജോലിയുണ്ട്, സമയമുണ്ട്, സാഹചര്യമുണ്ട്, മീൻസ് ജോലിയുണ്ട്, അവൻ്റെ ആവശ്യങ്ങളുണ്ട്, ഇതൊക്കെ ശരി തന്നെയാണ്. അത് അവിടെ ഞാൻ സപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്, എങ്കിൽ മാത്രമേ മുന്നോട്ട് പോകുള്ളൂ. അപ്പോൾ അവനെ ഉപയോഗിച്ചാൽ മാത്രം പോരാ, ഞാൻ അവന് വേണ്ടിയിട്ടും സപ്പോർട്ട് അല്ലെങ്കിൽ സഹായങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. അതൊക്കെ സ്വാഭാവികം. അപ്പോൾ അവനെ കൊണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് എൻ്റെ ഗ്രോത്തിന്. ഞാൻ വെറുതെ അവനോട് പറയാം, എടാ നീ അവിടെ പോയിട്ട് ആ കറണ്ട് ബില്ല് നടച്ചേണ്ടോന്നൊക്കെ, അല്ലെങ്കിൽ നീ എന്തായാലും പോലെ ഇതും കൂടെ ചെയ്തേക്ക്, ഇതല്ല. ഇതൊക്കെ നമുക്ക് വേറെ പല വഴികളിലൂടെയും ചെയ്യാവുന്നുള്ളൂ. നമ്മളുടെ ഗ്രോത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതായിരിക്കണം പീപ്പിൾ മാനേജ്മെൻറ്റ് എപ്പോഴും ഫോക്കസ് ചെയ്യേണ്ടത്. കാരണം സൗണ്ട് പ്രശ്നമുണ്ടോ? ഉണ്ടോ? ആരെങ്കിലും ഒന്ന് രണ്ട് പേര് കേൾക്കാം. കുറവാണോ? വോയിസ് കുറവാണോ? ആണോ? ജോസഫ് സാർ അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ജോസഫ് സാറ് ഹെഡ്സെറ്റ് ആണോ ഉപയോഗിക്കുന്നത്? എനിക്കും കേൾക്കാൻ പറ്റിയില്ല സാർ, എന്താ പറഞ്ഞത്? ആണോ? അപ്പോൾ ഈ കേൾക്കാൻ പറ്റാത്തൊരു കാര്യം ചെയ്താൽ മതി. നമ്മുടെ ക്ലാസ് കഴിയുമ്പോഴേ നമ്മളുടെ ഇതിൻ്റെ റെക്കോർഡഡ് വീഡിയോ ഒന്ന് ചോദിച്ചാൽ മതി കേട്ടോ.
ഓക്കെ സർ. അങ്ങനെയെങ്കിലും പണിയെടുക്കട്ടെ, കാരണം അത് കേൾക്കാനെങ്കിലും സമയം മെനക്കെടുത്തല്ലോ. ഓക്കെ, ശരി ജോസഫ് സാറേ. അപ്പോൾ ക്ലാസ് കഴിയുമ്പോൾ എന്നെ ഒന്ന് ഓർമ്മിപ്പിക്കുക, അതിൻ്റെ റെക്കോർഡർ വീഡിയോ അയച്ചു തരാം കേട്ടോ. സാർ അത് കേൾക്കാൻ ചാൻസ് ഇല്ല, എനിക്ക് തോന്നുന്നു സാറിൻ്റെ ഹെഡ്സെറ്റ് അവിടെ എന്തോ ഇഷ്യൂ ആണെന്ന് തോന്നുന്നു കേട്ടോ. ശരി. കാരണം അദ്ദേഹത്തിൻ്റെ ഫേസ് എന്ന് അറിയാൻ പറ്റുന്നത് ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന കേൾക്കുന്നില്ല. ജോസഫ് സാറിൻ്റെ ഫേസ് എന്ന് അറിയാൻ പറ്റുന്നുണ്ട്, നമ്മൾ സംസാരിക്കുന്ന അദ്ദേഹത്തിന് കേൾക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഇതിന് സ്ക്രീനിൽ നിന്ന് മനസ്സിലാകുന്നു. യെസ്. അപ്പോൾ പീപ്പിൾ മാനേജ്മെൻറ്റ്, വ്യക്തികളെ മാനേജ് ചെയ്യുന്നതും എപ്പോഴും ശ്രദ്ധിക്കുക, അനാവശ്യ കാര്യങ്ങൾക്ക്, അതായത് ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊന്നും പീപ്പിൾസിനെ യൂസ് ചെയ്യാതിരിക്കുക. എംപ്ലോയീസിൻ്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, മറ്റുള്ള ജനങ്ങളെ, മറ്റുള്ള പീപ്പിൾസിനെ നമ്മൾ അനാവശ്യം എന്നുള്ളതിനേക്കാളുപരി ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് നമ്മൾ ഉപയോഗിക്കാതിരിക്കുക. എന്നാൽ നമുക്ക് ഗുണകരമാവുന്ന, നമ്മളുടെ ഗ്രോത്തിനെ സഹായിക്കുന്ന കാര്യങ്ങൾക്ക് നമ്മൾ പീപ്പിൾസിനെ ഉപയോഗിക്കുക തന്നെ വേണം. കാരണം അതൊരു പക്ഷേ ഒരു ദുരുപയോഗം എന്ന് പോലും തോന്നിയേക്കാം, പക്ഷേ അതെങ്ങനെ വേണമെങ്കിലും എടുക്കാം. കാരണം നമ്മളുടെ സൊസൈറ്റിയിലുള്ള 90% ആളുകൾക്കും വലിയ രീതിയിലുള്ള ലക്ഷ്യങ്ങളോ ആഗ്രഹങ്ങളോ ഇല്ല. അവരുടെ ജീവിതം സാധാരണ രീതിയിലൊക്കെ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നവരാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരുപാട് ഫ്രീ ടൈമുകൾ കിട്ടുന്നുണ്ട്. ഫ്രീ ടൈമുകൾ, അതായത് വെറുതെ വേസ്റ്റ് ആകുന്ന സമയം കിട്ടുന്നുണ്ട്. ഈ വെറുതെ വേസ്റ്റ് ആകുന്ന സമയം നമുക്ക് ലക്ഷ്യങ്ങളും ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഉള്ള ആളുകളാണ്. അപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ വളർച്ച വേഗത്തിലാവും. ഈ വളർച്ച വേഗത്തിലാകുന്നത് ഓട്ടോമാറ്റിക്കലി അവർക്കും കൂടെ ഗുണകരമാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മളുടെ ഒരു രീതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏൺ അതിനുശേഷം റിട്ടേൺ. അതായത് നമ്മൾ ആദ്യം ഏൺ ചെയ്യാനുള്ള കാര്യങ്ങൾ, പണം ഉണ്ടാക്കാനുള്ള കാര്യങ്ങൾ പഠിക്കുന്നു, അതിനുശേഷം പണം ഉണ്ടാക്കുന്നു, ആ പണം നമ്മൾ സൊസൈറ്റിയും കൂടെ വിനിയോഗിക്കുന്നുണ്ട്. ഏൺ റിട്ടേൺ, ഈ 3 വഴികളിലൂടെ സ്റ്റെപ്പിലൂടെ കടന്നു പോകുന്നവരാണ് നമ്മൾ. സ്വാഭാവികമായിട്ടും നമ്മളുടെ ഗ്രോത്ത് നമ്മളുടെ മാത്രമല്ല, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന, നമ്മളെ സഹായിക്കുന്നവർക്കുള്ള ഗ്രോത്തും കൂടിയായി മാറുന്നു. അപ്പോൾ പീപ്പിൾ മാനേജ്മെൻറ്റ് അവരുടെ ലിവറേജ് ആയിട്ട്, അതായത് അവരുടെ ഒരു എഫേർട്ട് അല്ലെങ്കിൽ എനർജി അല്ലെങ്കിൽ അവരുടെ ആ കാര്യങ്ങൾ നമ്മളുടെ ഗ്രോത്തിന് വേണ്ടിയിട്ട് ചിലവഴിക്കാൻ നമ്മൾ ശീലിക്കണം. അത് പല രീതിയിലാകാം, പല രീതിയിൽ. അതായത് ഇപ്പം നമുക്ക് എന്തെങ്കിലും ഗ്രോത്ത് ചെയ്യാനുള്ള ഉദ്ദേശങ്ങളുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് അവരുടെ സപ്പോർട്ട്, അവരുടെ ടൈം ആകാം, മണി ആകാം, എനർജി ആകാം, ഇതും നമ്മളുടെ ഗ്രോത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പഠിക്കുക. അപ്പോൾ ഈ പീപ്പിൾ മാനേജ്മെൻറ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതോടൊപ്പം മണി മാനേജ്മെൻറ്റ്, അതായത് മണി ലിവറേജ് എന്നാണ് പറയുക. പണം നമ്മളുടെ ഗ്രോത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പഠിക്കണം. അതായത് പണം എന്നുള്ളത് എപ്പോഴും, ഇപ്പോൾ ഉദാഹരണത്തിന് എല്ലാവരുടെ ആവശ്യം എന്നുള്ളത് മണി മേക്കിംഗ്, പണം ഉണ്ടാക്കുക എന്നുള്ളതാണ് എല്ലാവരുടെയും ആവശ്യം എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും ആ റിട്ടേൺ ഉറപ്പ് വരുത്തിക്കൊണ്ട് നമ്മളുടെ ക്യാപിറ്റൽ സ്വീകരിക്കുക. ഉദാഹരണത്തിന് ജസ്റ്റ് എക്സാമ്പിൾ പറയുന്നു, അത് ഫോളോ ചെയ്യണം എന്നല്ല പറയുന്നത്. സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിങ്ങിൽ സ്കില്ലുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം, നല്ല വൈദഗ്ധ്യമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ക്യാപിറ്റലാണ് അഭാവമെങ്കിൽ ഈ നേരത്തെ പറഞ്ഞ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉപയോഗിച്ചുകൊണ്ട് ക്യാപിറ്റലുള്ള ഒരാളെ സമീപിക്കുകയും അവരുടെ ക്യാപിറ്റൽ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിലൂടെ ട്രേഡ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഗ്രോത്ത് ഉണ്ടാക്കാനുള്ള കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ, സ്കില്ലുണ്ടെങ്കിൽ മാത്രമേ ചെയ്യാവുള്ളൂ. അതനുസരിച്ച് അവർക്കും അതിൻ്റെ ഒരു വളർച്ച ഒന്ന്, അതോടൊപ്പം നമുക്കൊരു വളർച്ച ഉണ്ടാകും. ഇനി മറ്റൊരു ബിസിനസ്സിലാണ് സ്കില്ല് എന്ന് സങ്കല്പിക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് എനിക്ക് കൺസ്ട്രക്ഷൻ ഫീൽഡിലാണ് സ്കില്ലുള്ളതെന്ന് സങ്കല്പിക്കുക. കൺസ്ട്രക്ഷൻ ഫീൽഡിൽ നല്ലൊരു പ്രോപ്പർട്ടി കണ്ടെത്തിയിട്ട് അവിടെ എന്താണോ ആവശ്യമുള്ളത് അതനുസരിച്ചൊരു വില്ലായോ ബിൽഡിങ്ങോ എന്തെങ്കിലും പണിതിട്ട് വിൽക്കാനുള്ളൊരു സ്കില്ലാണ് എനിക്കുള്ളതെങ്കിൽ, അവിടെ എൻ്റെ കയ്യിൽ പണം കുറവാണെങ്കിൽ അതുമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള, അതായത് പണം വളർത്താൻ തയ്യാറുള്ള ഒരാളെ സമീപിച്ച് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഉപയോഗിച്ചുകൊണ്ട് അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി, ഇന്നൊരു പ്രോജക്റ്റ് ഇവിടെ ഇരിപ്പുണ്ട്, ഈ പ്രോജക്റ്റ് ഇന്ന പോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത്ര ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത്ര അതിൻ്റെ എക്സ്പെൻസുകൾ വരും, ഇത് ഇത്ര രൂപയ്ക്ക് വിറ്റുപോയാൽ ഇത്ര ലാഭത്തിനുള്ള സാധ്യതയുണ്ടെന്നുള്ള കമ്മ്യൂണിക്കേഷൻസിലൂടെ അവരെ കൺവിൻസ് ചെയ്തുകൊണ്ട് ആ ഇൻവെസ്റ്റ്മെൻറ്റ് സ്വീകരിക്കാം. അതായത് മണി പോലും നമുക്ക് അവർക്കും വളർച്ചയുണ്ടാവും, സ്വാഭാവികമായിട്ട് അതിൻ്റെ ഒരു ഗ്രോത്ത് നമുക്കുണ്ടാവും. ഇങ്ങനെ മണിയും യൂസ് ചെയ്യാൻ പഠിക്കണം. മണി യൂസ് ചെയ്യാൻ പഠിക്കാതെ, പീപ്പിൾസിനെ യൂസ് ചെയ്യാൻ പഠിക്കാതെ, മറ്റുള്ളവരുടെ സമയം യൂസ് ചെയ്യാൻ പഠിക്കാതെ നമുക്ക് വലിയ ഗ്രോത്തിലേക്ക് എത്താൻ പറ്റില്ല. സ്വാഭാവികം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും സമയപരിമിതിയുണ്ട്, പണത്തിൻ്റെ പരിമിതിയുണ്ട്, അതുപോലെ തന്നെ അധ്വാനത്തിൻ്റെ പരിമിതിയുണ്ട്. ഒരാൾ എഫേർട്ട് എടുക്കുന്നതിൻ്റെ ഒരു പരിമിതി എപ്പോഴും ഉണ്ട്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ നിർബന്ധമായിട്ടും പരിശീലിക്കണം. ടൈം, മണി, എഫേർട്ട്, പീപ്പിൾസ്. അതോടൊപ്പം ഇതെല്ലാം നമുക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടെന്നുള്ളത് ഉപയോഗിക്കുക. അതുപോലെ തന്നെ നമ്മളുടെ ഗ്രോത്തിന് സഹായിക്കുന്ന, ടൈം സേവ് ചെയ്യാൻ സഹായിക്കുന്ന ടെക്നോളജികളും കൂടെ നമ്മൾ കൊണ്ടുവരണം. ഗ്രോത്തിന് സഹായിക്കുന്ന ഈ നമ്മുടെ ടൈം
കുറയ്ക്കാൻ സഹായിക്കുന്ന ടെക്നോളജി, അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻ്റ് ആവാം, അല്ലെങ്കിൽ മൊബൈലുമായിട്ട് യൂസ് ചെയ്യുന്ന മറ്റു എന്ത് കാര്യങ്ങളായിരിക്കാം ടെക്നോളജി. എന്ത് ടെക്നോളജി, ഉദാഹരണത്തിന് ഞാനിപ്പോൾ ബസ്സിനാണ് പോകുന്നതെങ്കിൽ, ഒരു യാത്രയ്ക്ക് ബസ്സിനാണ് പോകുന്നതെങ്കിൽ അവിടെ ടെക്നോളജി എന്നുള്ള ബേസിൽ മറ്റൊരു വാഹനം സ്വന്തമായിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ എൻ്റെ സമയ സൗകര്യത്തിന് പോകുന്നതും ഒരു ടെക്നോളജി യൂസ് ചെയ്യൽ തന്നെയാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ടൈം, മണി, എഫേർട്ട് സേവ് ചെയ്യുകയും മറ്റുള്ളവരുടെ ടൈം, മണി, എഫേർട്ട് നമുക്ക് വേണ്ടി വിനിയോഗിക്കുകയും ചെയ്യുക എന്നുള്ളത് ഗ്രോത്തിന് വളരെയധികം സഹായിക്കുന്നു. നേരത്തെ പറഞ്ഞ പോലെ തന്നെ റിലയൻസിൻ്റെ കഴിഞ്ഞ സാറ് പറഞ്ഞു, റിലയൻസിൻ്റെ കമ്പനി അംബാനി ഒരാൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ വലിയ രീതിയിലൊന്നും ഗ്രോ ചെയ്യാൻ പറ്റില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ടീം, അദ്ദേഹത്തിൻ്റെ കമ്പനി എന്ന് പറയുന്നതും ഒരു എനർജി തന്നെയാണ്, അല്ലെങ്കിൽ ഒരു എഫേർട്ട് തന്നെയാണ്. അപ്പോൾ എത്രയോ ആളുകളുടെ പ്രയത്ന ഫലം കൊണ്ടാണ് അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അത്രയും അധികം ഗ്രോത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അത് ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെയാണ്. ഉദാഹരണത്തിന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ എനിക്കൊരു ഷോപ്പാണുള്ളത് സങ്കല്പിക്കുക. ഈ ഷോപ്പിൽ ഞാൻ ഒറ്റയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ ഒരു കസ്റ്റമേഴ്സിനെ ഹാൻഡിൽ ചെയ്യുന്നതും അതുപോലെ തന്നെ ഇതിൻ്റെ പർച്ചേസും ഇതിൻ്റെ സെയിൽസും ഇതിൻ്റെ സ്റ്റോക്കൊക്കെ ഹാൻഡിൽ ചെയ്യലൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. എന്നാൽ അതിനൊക്കെ മറ്റുള്ളവരുടെ ടൈമും എഫേർട്ടും കൂടെ നമ്മൾ യൂസ് ചെയ്യുമ്പോഴേക്ക് അവിടെ എൻ്റെ ടൈമും എഫേർട്ടും സേവ് ആകുന്നു, അതോടൊപ്പം എൻ്റെ ഗ്രോത്തിനും സഹായിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മളുടെ ഗ്രോത്തിനെ സഹായിക്കുന്ന രീതിയിലേക്ക് നമ്മൾ ഇതെല്ലാം ലിവറേജ് ചെയ്യാനും നമുക്കത് കൃത്യമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, നമുക്ക് വളർച്ചയ്ക്ക് സഹായിക്കുന്നുണ്ട് എന്നും ഉറപ്പ് വരുത്തുന്ന രീതിയിലേക്ക് ഈ കാര്യങ്ങൾ ഉപയോഗിക്കുക. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ ടൈം, മണി, എനർജിയും നമുക്ക് മറ്റുള്ളവർക്ക് ഗ്രോത്തിന് വേണ്ടിയിട്ടും ഉപയോഗിക്കാം, തെറ്റൊന്നുമില്ല. ഉദാഹരണത്തിന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ലൊരു കമ്പനി, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണ്, നേരത്തെ പറഞ്ഞൊരു എക്സാമ്പിളാണ്, ഒരു കൺസ്ട്രക്ഷൻ ഫീൽഡിലുള്ള ഒരാളെ സംബന്ധിച്ചോളം നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ അവിടെ നമ്മളുടെ കയ്യിൽ പണം ഉണ്ടെങ്കിൽ, നമ്മളുടെ എനർജി ഇല്ലാതെ, നമ്മളുടെ എഫേർട്ട് ഇല്ലാതെ, നമ്മളുടെ പണം മാത്രം ഉപയോഗിച്ചിട്ട് അവിടെ ഇൻവെസ്റ്റ് ചെയ്യും, അതിലൂടെ ഗ്രോത്ത് ഉണ്ടാക്കുകയും ചെയ്യാമെന്ന് നമുക്ക് സാധിക്കും. അപ്പോൾ ഇത് നമുക്ക് വേണ്ടിയിട്ട് മാത്രമല്ല, നമ്മളുടെ പണവും എനർജിയും ടൈമും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടും കൂടെ ഉപയോഗിച്ചിട്ട് നമുക്ക് വലിയ രീതിയിൽ ഗ്രോ ചെയ്യാൻ പറ്റുമെങ്കിൽ ഈ ലിവറേജ്, അതായത് ഈ ലിവറേജിനെ കൃത്യമായിട്ട് യൂസ് ചെയ്യാൻ നമ്മൾ പഠിക്കണം. കാരണം പഠിക്കണം എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി, നിങ്ങളുടെ കഴിവ് മാത്രമല്ല മറ്റുള്ളവരുടെ കഴിവും സമയവും അധ്വാനവും പണം കൂടെ നമ്മളുടെ ഗ്രോത്തിന് വേണ്ടി മാത്രം, വേറൊന്നിനും വേണ്ടി ഉപയോഗിക്കരുത്, നമ്മളുടെ ഗ്രോത്തിന് വേണ്ടി മാത്രം ഇത് ഉപയോഗിക്കാൻ ശീലിക്കുമ്പോൾ നമ്മളുടെ വളർച്ച വേഗത്തിലാകും.